വിനീത, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുകയാണ്. ഇനി അങ്ങോട്ട് എണ്ണിപ്പറയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുങ്ങുകയാണ്. എതിരാളികൾ ആരെന്നതിലാണ് ആകാംക്ഷ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ടിക്കറ്റ് എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. വിനീത, എന്തായാലും കളിക്കളം ഉണരുകയാണ്, കളി ആവേശവും, അല്ലേ വിനീത? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ അതിൻ്റെ വിശദമായ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ എത്ര മെസ്സേജ് വന്നു ഇന്നലെ ടിക്കറ്റ് ചോദിച്ചത്? എനിക്ക് മാത്രം ഒരു 100-ലധികം മെസ്സേജ് വന്നിട്ടുണ്ട്. ഡോക്ടർ അരുണിന് എത്ര മെസ്സേജ് വന്നു കാണും? വിനീത, അത് മെസ്സേജുകൾ മാത്രമല്ല, കോളുകൾ കൂടി വരുന്നുണ്ട്. പല പഴയ സുഹൃത്തുക്കളും കുറച്ച് നാളായിട്ട് മിണ്ടാതിരുന്നവരൊക്കെ പോലും ചിലരൊക്കെ അടുപ്പമൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. ചങ്ങാതി, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, വാർത്ത അറിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. അതെ, വിദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, സർക്കാരാണ് അക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കുക. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കൃത്യസമയത്ത് ടിക്കറ്റുകൾ കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ അവരെ അപ്ഡേറ്റ് ചെയ്യും. വിനീത, അതാണ് ഡോക്ടർ അരുൺ. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ചർച്ച നടക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കേരള സർക്കാരും ചേർന്നുകൊണ്ട് ഉടൻ തന്നെ കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മൾ കരുതുകയാണ്. ഇനി ഏറ്റവും പ്രധാനം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ഒരുക്കുക എന്നതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ പിച്ചൊക്കെ ഒരുക്കുന്നതിന് ഏതാനും ആഴ്ചകൾ മാത്രം മതിയായിരിക്കും. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നിലവിൽ KCA പാട്ടത്തിനെടുത്ത് സംരക്ഷിക്കുന്ന സ്റ്റേഡിയമാണ്. അത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം ആക്കി മാറ്റുന്നതിൽ, ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം ആക്കി മാറ്റുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതിലെ പിച്ചിലെ പുല്ലുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചില പണികൾ വേണ്ടി വരിക. മാത്രമല്ല 50,000-ലധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയും. കേരളത്തിൽ ഏറ്റവും നിലവാരമുള്ള സ്റ്റേഡിയം എന്ന നിലയ്ക്ക് തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ മാമാങ്കത്തിന് വലിയ ആവേശമുണ്ടാകും. മാത്രമല്ല മെസ്സി ആരാധകർ അല്ലെങ്കിൽ അർജന്റീന ഫാൻസ് ഉറ്റുനോക്കുന്നത് ഫാൻ ഷോ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നതാണ്. അക്കാര്യങ്ങളിലും ഏതായാലും ഈ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡ്രൂ അഗസ്റ്റിൻ തന്നെ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ആരായിരിക്കും മെസ്സിപ്പടയെ നേരിടാൻ എത്തുന്നത്, കളിക്കാൻ എത്തുന്നത് ആരൊക്കെയാണെന്ന്. ഒരു ടീമിനെയല്ല, 3-4 ടീമിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. ഓസ്ട്രേലിയയാണ് നിലവിൽ ആദ്യത്തെ പരിഗണനയിലുള്ളത്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50-ലുള്ള പ്രധാനപ്പെട്ട ടീമുകളിലായ ഒന്നായ ഓസ്ട്രേലിയ ഇപ്പോൾ തന്നെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് കളിക്കുന്നതിന് വേണ്ടി. ഇനി ഈ അറബ് രാജ്യങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പരിഗണനയിലുണ്ട്. പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ആഴ്ച തന്നെ ആരായിരിക്കും എതിർ ടീം എന്നതിൽ വലിയ ഒരു തീരുമാനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ആരാധകർ ഇതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കേരളം അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്തത്, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായതും മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ ആവേശം തന്നെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ ഉള്ളവർ മെസ്സി ഇതാ എത്തി എന്നുള്ള സന്തോഷം. മെസ്സി ഒരു നോക്ക് കാണാൻ എന്ത് ചെയ്യണം, തിരുവനന്തപുരത്തേക്ക് എപ്പോൾ ടിക്കറ്റ് എടുക്കണം, ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിൻ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പലരും എന്നുള്ളതാണ്. അങ്ങനെ മെസ്സി അങ്ങ് വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയതിനേക്കാൾ ആവേശമാണ് ഡോക്ടർ അരുൺ മെസ്സിയെ വരവേൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും പ്രശസ്തനായ ഒരാളെ അടുത്തൊന്നും കേരളത്തിലേക്ക് എത്തിക്കാനും ഇല്ല. അതുകൊണ്ട് കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ് ഡോക്ടർ അരുൺ. നമുക്കും വിനീത, അങ്ങനെ കേരളം കാത്തിരിക്കുകയാണ്. തീയതി അറിയണം, ആരാണ് എതിരാളി എന്നറിയണം, ടിക്കറ്റ് എവിടെ കിട്ടുമെന്നറിയണം, ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം. അല്പ കൂടി പ്രേക്ഷകർ കാത്തിരിക്കണം. നമുക്കതിൻ്റെ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം.